Dear students, our next topic is adsorption isotherm. ഈ അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഗ്രാഫിക്കൽ പ്ലോട്ടിൽ എക്സ് ആക്സിസിൽ നമ്മൾ പ്രഷർ ആണ് ഡിനോട്ട് ചെയ്യുക, വൈ ആക്സിസിൽ എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രഷറിനെ നമ്മൾ പി എന്നുള്ള ലെറ്റർ വെച്ചിട്ടും എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് അതിനെ നമ്മൾ എക്സ് ബൈ എം എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അവിടെ നമുക്ക് ലഭിക്കുന്നത് ഒരു കർവായിരിക്കും. അപ്പോൾ അവിടെ ആ ഒരു വാല്യൂ നമ്മൾ നോട്ട് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലായിരിക്കും, പ്രഷറിന് ആനുപാതികമായിട്ടും ആയിരിക്കും. അപ്പോൾ ഈ അഡ്സോർപ്ഷൻ ഐസോതേമിൻ്റെ ഡെഫിനീഷൻ നമ്മൾ പറയുകയാണ് എങ്കിൽ ദ വേരിയേഷൻ ഇൻ ദി എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ ദി അഡ്സോർബൻറ്റ് വിത്ത് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ മീൻസ് ഓഫ് എ കർവ് ടേംഡ് ആസ് അഡ്സോർപ്ഷൻ ഐസോതേം. അപ്പോൾ അവിടെ നമ്മൾ ഒരു പ്രഷർ നമ്മൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രഷർ എടുത്താൽ പർട്ടിക്കുലർ പ്രഷർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പി എസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്. അപ്പോൾ ആ പി എസ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്രഷറിൽ എക്സ് ബൈ എം, അതായത് എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ്, അതാണ് നമ്മൾ എക്സ് ബൈ എം വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ആ എക്സ് ബൈ എം റീച്ചസ് എ മാക്സിമം വാല്യൂ. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രഷറിൽ ആ എക്സ് ബൈ എം അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് അത് മാക്സിമത്തിലെത്തുകയും അതിനുശേഷം ആ കർവ് നമുക്ക് കിട്ടുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്നത് ഒരു കർവാണെന്ന് പറഞ്ഞു. ഐസോതേം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന അതിനെയാണ് ഐസോതേം എന്ന് പറയുക. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എടുത്താൽ പല ഗ്രാഫുകൾ അല്ലെങ്കിൽ പല കർവുകൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 195 കെൽവിനിൽ ഒരു കർവ് കിട്ടും. അതുപോലെ 244 കെൽവിൻ ടെമ്പറേച്ചറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ വേറൊരു കർവ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ പല കർവുകൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയും. ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം. അപ്പോൾ ഫ്രണ്ട്ലിച്ച് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് 1909 ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുകയുണ്ടായി. ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് അഡ്സോർബൻറ്റിലേക്ക് എന്തുമാത്രം ഗ്യാസ് അഡ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റിയും പ്രഷറും തമ്മിലുള്ള ഒരു എംപിരിക്കൽ റിലേഷൻഷിപ്പ്. അവിടെ നമ്മൾ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കും ആ വാല്യൂസ് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുകയുണ്ടായി. ആ കണ്ടുപിടിച്ച റിലേഷൻഷിപ്പിനെ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ എക്സ്പ്രഷൻ എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു k into p raised to 1 by n എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Freundlich gave an empirical relationship between the quantity of gas adsorbed by unit mass of solid adsorbent and pressure at a particular temperature. The relationship can be expressed by the following equation: x by m is directly proportional to p raised to 1 by n, or x by m is equal to k into p raised to 1 by n, where k is the proportionality constant, n is also a constant. These k and n which depends on the nature of the adsorbent and the gas at a particular temperature. And x is the mass of gas adsorbed, m the mass of the adsorbent. Then taking logarithm, then we get the equation log x by m is equal to
log k plus 1 by n log p. These two equations are different expressions of the Freundlich adsorption isotherm. Plotting a graph log x by m on y-axis and log p on x-axis. If it comes to be a straight line, the Freundlich adsorption isotherm is valid. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേമിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലോട്ട് വരച്ചാൽ ലോഗ് പി ആണ് നമ്മൾ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുക, അതുപോലെ ലോഗ് എക്സ് ബൈ എം എന്നുള്ളത് നമ്മൾ വൈ ആക്സിസിൽ പ്ലോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് ലോഗരിതം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലോഗ് എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു ലോഗ് കെ പ്ലസ് 1 ബൈ എൻ ലോഗ് പി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ മാത്സിലൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ആ ഇക്വേഷന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷനാണ് നമുക്കിവിടെ കിട്ടുക. അപ്പം നമുക്ക് അവിടെ കിട്ടുന്നത് ഇവിടെ കിട്ടുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ബൈ എൻ ആയിട്ട് കിട്ടുന്നു. ദെൻ ഇൻ്റർസെപ്റ്റ് ലോഗ് കെ ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ദ സ്ലോപ്പ് ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ ഗീവ്സ് ദ വാല്യൂ ഓഫ് 1 ബൈ എൻ. ദ ഇൻ്റർസെപ്റ്റ് ഓൺ ദി വൈ ആക്സിസ് ഗീവ്സ് ദ വാല്യൂ ഓഫ് കെ. ദ ഫാക്ടർ 1 ബൈ എൻ ക്യാൻ ഹാവ് വാല്യൂസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. അപ്പോൾ നമ്മൾ 1 ബൈ എന്നിന് രണ്ട് വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. അപ്പം 1 ബൈ എൻ നമ്മൾ ഫസ്റ്റ് 0 ആയിട്ട് എടുക്കുന്നു. അങ്ങനെ 0 ആയിട്ട് എടുത്താൽ ഇക്വേഷൻ, അതായത് എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു പി റേസ് ടു 1 ബൈ എൻ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. അപ്പോൾ ആ ഇക്വേഷനിലെ 1 ബൈ എന്നിൻ്റെ പ്ലേസിൽ ആ 1 ബൈ എന്നിൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് എടുത്ത് ആ 0 എന്ന് പറയുന്ന വാല്യൂ അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു പി റേസ് ടു 0. അപ്പോൾ എനിത്തിങ് റേസ് ടു 0 ഈസ് 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കെ. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അഡ്സോർപ്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. അതുപോലെ രണ്ടാമത്തെ കേസ് 1 ബൈ എന്നിന് നമ്മൾ 1 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ആ ഇക്വേഷനിലേക്ക് 1 ബൈ എന്നിൻ്റെ പ്ലേസിൽ 1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? എക്സ് ബൈ എം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു പി അല്ലേ? 1 ബൈ എൻ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ കെ ഇൻറ്റു പി റേസ് ടു 1 എന്നല്ലേ നമുക്ക് കിട്ടുക. അതിൽ നിന്നും നമുക്ക് എങ്ങനെ അതിനെ എഴുതാനായിട്ട് സാധിക്കും? എക്സ് ബൈ എം, ആ കെ എന്ന് പറയുന്നത് എങ്ങനെ വരുന്നതാണ്? പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ ആ ഈക്വൽ സൈൻ മാറ്റി നമുക്ക് കെയുടെ സ്ഥാനത്ത് പ്രപ്പോർഷണാലിറ്റി സൈൻ കൊടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? എക്സ് ബൈ എം ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു പി എന്ന് എഴുതാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതായത് അഡ്സോർപ്ഷൻ വേരീസ് ഡയറക്റ്റ്ലി വിത്ത് പ്രഷർ. പിന്നെ ഇതിൻ്റെ അകത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഫെയിൽസ് അറ്റ് ഹൈ പ്രഷർ. അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷനാണ്. അപ്പോൾ ഈ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് സൊല്യൂട്ട് പാർട്ടിക്കിൾ ചില സോളിഡ് അഡ്സോർബൻ്റ് വെച്ച് അഡ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ. സർട്ടൻ സോളിഡ് അഡ്സോർബൻസ് ക്യാൻ അഡ്സോർബ് solute particle from solution. This is known as adsorption from solution. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു അസറ്റിക് ആസിഡിൻ്റെ വാട്ടറിലുള്ള സൊല്യൂഷൻ നമ്മളെടുത്താൽ അത് നമ്മൾ ചാർക്കോളുമായിട്ട്, ചാർക്കോൾ നമുക്കറിയാമല്ലോ കരിയാണ് അല്ലേ, കാർബണിൻ്റെ ഒരു ഫോമാണ്. അപ്പോൾ ചാർക്കോളുമായിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡിൻ്റെ ഒരു പാർട്ട് ഈ ചാർക്കോൾ അഡ്സോർബ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പോൾ അതിൻ്റെ ഫലത്തിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ, ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. സൊല്യൂഷൻ്റെ അകത്തുള്ള ആസിഡ് കോൺസെൻട്രേഷൻ കുറയാനായിട്ട് അത് കാരണമായി തീരും. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അനിമൽ ചാർക്കോൾ അഡ്സോർബ് കളറിങ് മെറ്റീരിയൽ ഫ്രം ഷുഗർ സൊല്യൂഷൻ. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ്റെ ആ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ ഈ അനിമൽ ചാർക്കോൾ യൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ ആ പ്യൂരിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. ആ കളറ് അതിൻ്റെ അവിടെ ഫോം ചെയ്യപ്പെടുന്ന ആ കളറ് മാറ്റാൻ വേണ്ടിയിട്ട് അനിമൽ ചാർക്കോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളാണ് പ്രധാനപ്പെട്ട അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ്റെ അകത്ത് വരുന്ന ആ എക്സാമ്പിൾ. പിന്നെ അതിൻ്റെ അകത്ത് പഠിക്കേണ്ടത് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ. അതാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോവുക. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷനിൽ ഉള്ളത് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് the extent of adsorption decreases with an increase of temperature. ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അഡ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അകത്ത് വരിക. രണ്ടാമത്തത് ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് an increase of surface area of the adsorbent. അഡ്സോർബൻറ്റിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷനും ഇൻക്രീസ് ചെയ്യും. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ മൂന്നാമത്തത് പറയുക ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂട്ട് ആൻഡ് ദ നേച്ചർ ഓഫ് ദി അഡ്സോർബൻറ്റ് ആൻഡ് ദി അഡ്സോർബേറ്റ്. അപ്പോൾ ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന അഡ്സോർപ്ഷൻ, ദ എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂട്ടിനെയും പിന്നെ നേച്ചർ ഓഫ് അഡ്സോർബൻറ്റ് ആൻഡ് അഡ്സോർബേറ്റ്. അഡ്സോർബൻറ്റിൻ്റെയും അഡ്സോർബേറ്റിൻ്റെയും നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്താണ് എന്തിരിക്കുക? എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. അപ്പോൾ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. പിന്നെ അതിൽ പറയുക നമ്മൾ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം കണ്ടു. അത് ഇവിടെ ഈ സൊല്യൂഷൻ്റെ കേസിലും ആപ്ലിക്കബിളാണ്. അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ്റെ കേസിലും ആപ്ലിക്കബിളാണ്. അപ്പോൾ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം ഈസ് ആപ്ലിക്കബിൾ ടു അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഓൾസോ. ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് പ്രഷർ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ ഈസ് യൂസ്ഡ്. നമ്മൾ നേരത്തെ ആ ഇക്വേഷൻ്റെ അകത്ത് പ്രഷറിൻ്റെ ഒരു ടേമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ പ്രഷറിൻ്റെ ടേം ഇവിടെ മാറ്റി, അതായത് സൊല്യൂഷൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ആ പ്രഷറിൻ്റെ കേസ് നമ്മൾ മാറ്റിയിട്ട് അവിടെ നമ്മൾ ഏത് ടേമാണ് യൂസ് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനെ എങ്ങനെ മാറ്റി എഴുതാനായിട്ട് സാധിക്കും? x/m ഈസ് ഈക്വൽ ടു k ഇൻറ്റു C⁻1/n എന്നാക്കി എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ അനുസരിച്ചാണെങ്കിൽ x/m ഈസ് ഈക്വൽ ടു k ഇൻറ്റു P⁻1/n എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത്. അപ്പോൾ ആ പിയുടെ സ്ഥാനത്ത് ഇത് സൊല്യൂഷൻ്റെ കേസാണ് പറയുക. അതുകൊണ്ട് തന്നെ x/m എങ്ങനെ ആ ഇക്വേഷൻ നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും? x/m ഈസ് ഈക്വൽ ടു k ഇൻറ്റു പിയുടെ പ്ലേസിൽ കോൺസെൻട്രേഷൻ്റെ ആ ടേം വരും. അപ്പോൾ C⁻1/n. x/m ഈസ് ഈക്വൽ ടു k ഇൻറ്റു C⁻1/n വേർ C ഈസ് ദി എക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. പിന്നെ അവിടെയും നമ്മൾ ലോഗരിതം എടുക്കുകയാണ് എങ്കിൽ ലോഗ് x/m ഈസ് ഈക്വൽ ടു ലോഗ് k പ്ലസ് 1/n ലോഗ് C എന്നെഴുതാനായിട്ട് സാധിക്കും. ഗ്രാഫിക്കൽ പ്ലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൺ പ്ലോട്ടിംഗ് ലോഗ് x/m എഗെയിൻസ്റ്റ് ലോഗ് C എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഒബ്റ്റെയിൻഡ് വിച്ച് വെരിഫൈസ് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ അല്ല ഫ്രണ്ട്ലിച്ച് ഐസോതെർം. ഓക്കെ, അപ്പം അവിടെ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത് എങ്കിൽ അത് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഫ്രണ്ട്ലിച്ച് ഐസോതെർം ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
അടുത്തത് അതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ ഓഫ് അഡ്സോർപ്ഷനാണ് കാണാനുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് അഡ്സോർപ്ഷൻ ധാരാളം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ പറയുന്ന എല്ലാത്തിൻ്റെയും നമ്മൾ ഈ നോട്ട് കേൾക്കുന്നത് കൂടത്തിൽ തന്നെ ആ ടെക്സ്റ്റും കൂടി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് നമ്മൾ പറയുന്ന കൂടത്തിൽ തന്നെ ടെക്സ്റ്റും കൂടി തുറന്നു വെച്ച് അതിനോടൊപ്പം പോയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ പറയുന്ന കേസിൽ അതിലൊന്നാമത്തെ ആപ്ലിക്കേഷൻ പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോള് ഇവാക്വേഷൻ ഓഫ് വെസൽസിൽ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലുമൊക്കെ വെസൽസൊക്കെ ഇവാക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ എയർ റിമൂവ് ചെയ്യുന്നതിനെയാണ് വെസലിൽ നിന്നും ആ വാട്ടർ കണ്ടൻറ്റിനെയോ എയറിനെയോ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവാക്വേഷൻ. അപ്പോൾ ഇവാക്വേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഈ വാട്ടർ കണ്ടൻറ്റിനെ അല്ലെങ്കിൽ അവിടെ എയറിനെ അഡ്സോർബ് ചെയ്ത് അവിടെ അതിൽ നിന്ന് ആ ഇവാക്വേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സ് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഗ്യാസ് മാസ്ക്സ്. അതായത് നമ്മൾ ഈ കോൾ മൈൻസിലൊക്കെ ധാരാളം പോയ്സണസ് ആയിട്ടുള്ള ഗ്യാസസ് ഉണ്ട്. അപ്പോൾ അവിടെ ആ ഗ്യാസസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസ് മാസ്ക്. അപ്പോൾ അതിൽ ആക്ടിവേറ്റഡ് ചാർക്കോൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആ ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ ഹെൽപ്പോടുകൂടി അവിടെ നിന്നുള്ള പോയ്സണസ് ഗ്യാസിനെ അഡ്സോർബ് ചെയ്ത് നീക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി. സിലിക്ക അതുപോലെ അലുമിനിയം ജെല്ല് അതൊക്കെ അഡ്സോർബൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആ അഡ്സോർബൻ്റ് എന്തൊക്കെയാണ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക? മോയ്സ്ചർ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് ഈ സിലിക്കയോ അല്ലെങ്കിൽ അലുമിനിയം ജെല്ലോ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് അടുത്തൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ നാലാമത്തെ ഒരു ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ ആനിമൽ ചാർക്കോൾ. അത് ഈ പ്യൂരിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കെയിൻ ഷുഗറിൻ്റെ ആ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിൽ ആനിമൽ ചാർക്കോൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നോബിൾ ഗ്യാസിൻ്റെ ഒരു സെപ്പറേഷനിൽ കോക്കനട്ട് ചാർക്കോൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ക്യൂറിങ് ഡിസീസസിൽ നമ്പർ ഓഫ് ഡ്രഗ്സ് they are used to kill germs by getting adsorbed on them. അപ്പോൾ ആ ഒരു പർപ്പസിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നു. പിന്നെ അഡ്സോർപ്ഷൻ്റെ ധാരാളം ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കുക. ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള ഒരു 3-4 എണ്ണം പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു അഡ്സോർപ്ഷൻ ആ ഒരു ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങൾ.